ഹായ് ഫ്രണ്ട്സ്, ഷോയ്ക്ക് പോവാം. ടൈറ്റിലല്ലേ ഹീറോയിൻ്റെ പേര് മനസ്സിലായില്ലേ? എന്താ? ഫാത്തിമ. ഓക്കെ, ഹീറോയി പറയാം. ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്നത്. നമ്മളെ കരുന്ന ഹീറോയിൻ ടീം ജീൻസ് പാൻറ് ടോപ്പ് യൂസ് ചെയ്യും. ഫാത്തിമ ഇങ്ങനായിട്ട് ഫാത്തിമ ഓ എന്ത് പറ്റി എന്ന് പറഞ്ഞു. ഫാത്തിമ ഉച്ച കഴിഞ്ഞിട്ട് ഉറക്കത്തെണിച്ച് ബ്രഷ് ചെയ്തു എല്ലാം കഴിഞ്ഞ് വന്നു. ഫാത്തിമ എന്ത് പറ്റുമോ എൻ്റെ ഫാത്തിമ കേൾക്കായിരുന്നു. മണി നോക്കും, മണി 12 ഫാത്തിമക്ക് ഷാക്ക്. അമ്മ രാത്രി 12 മണിക്ക് എന്തിനാ തല്ലുണ്ടാക്കുന്നത് എന്നെ ഫാത്തിമ കേൾക്കായിരുന്നു. ഫാത്തിമ രാവിലെ ആയി പറഞ്ഞിട്ട് ഫാത്തിമ ബ്രഷ് ചെയ്ത് വന്ന് നോക്കും. ഫാത്തിമക്ക് ഷാക്കായിരുന്നു. എന്താ അമ്മ ഇങ്ങനെ, എന്താ വായ എന്തായാലും നാറ്റം വരാതെ എന്ന് ഓർത്ത് ഫാത്തിമ നോക്കായിരുന്നു. ഫാത്തിമ പറയായിരുന്നു. എന്താ മോം പപ്പ നിങ്ങൾക്ക് എന്താ പറ്റി എന്നെ ഫാത്തിമ പറയായിരുന്നു. ഫാത്തിമ പറയുന്ന കേട്ട് ഫാത്തിമ ഉമ്മ പപ്പ തിരിഞ്ഞ് ഫാത്തിമ നോക്കി മുറക്കായിരുന്നു. അവിടെ നോക്കും ഫാത്തിമ ഇന്നിന് വഴക്കുണ്ടാക്കുന്നത് എന്നെ ഫാത്തിമൻ്റെ ഉമ്മ ഒരു ഫാത്തിമയായിട്ട് കേട്ടായിരുന്നു. ഉമ്മ പറയുന്നത് എല്ലാത്ത കാരണം ഇവിടെ വെച്ച് എന്താ ചെയ്യുക എന്ന് ഫാത്തിമ നോക്കുമ്പോൾ ഫാത്തിമയുടെ ഇച്ചായിരുന്നു. ഇച്ച തലക്കയ്യേച്ച് പാവ ഇച്ച എന്ത് പറ്റിമ്മ എന്താ പറ്റലോ എല്ലാത്ത കാരണം ഇവനാ എന്ന് പറഞ്ഞ് എൻ്റെ ചേട്ടനെ കാട്ടായിരുന്നു. ചേട്ടനക്ക് എന്ത് പറ്റി ചേട്ടാ എന്നെ ഫാത്തിമ കേൾക്കായിരുന്നു. എന്നെ ഫാത്തിമൻ്റെ ഉമ്മ പറയായിരുന്നു. എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടോ നിനക്ക്, ഞാൻ പറഞ്ഞാൽ മതി. ഒരു ചെക്കൻ കൊണ്ടുവന്ന് പറഞ്ഞാൽ ഇവൻ കൊണ്ടുവന്നത് ഓർന്നു എന്ന് ഫോട്ടോ കാട്ടിയിരുന്നു. ഫോട്ടോത്തിലുള്ള ചെക്കൻ കണ്ട ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. എന്താ അമ്മ പറയുന്നത്, എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞ മതി ഇവൻ ചെക്കനൊന്നും കൊടുന്നിട്ടില്ല എന്ന് പറഞ്ഞ ഹീറോയിൻ്റെ ഉമ്മക്കും പാപ്പക്ക് ടെൻഷനാണ്. എനിക്ക് മർമോൻ പറഞ്ഞാൽ നല്ല ടാളായിട്ട് എടുക്കണം, ഇത്ര മൈൻഡ് എടുക്കണം എന്നിട്ട് എല്ലാ കാര്യം ഹീറോയിൻ മമ്മി ഫോട്ടോ കാട്ടി. ആറമ്മൻ്റെ ഫോട്ടോ ഉണ്ട്. ഹീറോയിൻ മമ്മിക്ക് ഡാഡിക്ക് ആറമ്മനെ ഒരുപാട് ഇഷ്ടമാണ്. ആരുടെ ഫാൻ ആറമ്മൻ്റെ സോങ്സ് വീഡിയോ ആറമ്മനെ കുറിച്ച് മൊത്തം അറിയൂ. ഇങ്ങനെ ഒരാൾ ഫ്രണ്ട് പറയായിരുന്നു ഹീറോയിൻ്റെ ഡാഡിൻ്റെ ഫ്രണ്ടൊക്കെ അറിയൂ. അവർ ആർമികളാണ് മകൾ, അതുകൊണ്ട് ഹീറോയുടെ ഫ്രണ്ടായിരുന്നു. അവർ പറയുന്നത് ആറെ കുറിച്ച് അറിയുമ്പോൾ ആറവന് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇവന് മടി ചെക്കൻ കൊണ്ടുവരാൻ പറഞ്ഞാൽ നിൻ്റെ ചേട്ടൻ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നെ ഹീറോയിൻ്റെ മമ്മി വഴക്കും ഡാഡി വഴക്കുണ്ടാക്കിയിരുന്നു. ഹീറോയുടെ ചേട്ടൻ തല കൈയൊക്കെയായിരുന്നു. ഇവനെനിക്കറിയുമ്മ എന്ന് പറയുന്നത്. നിനക്കെന്താ അറിയാത്ത? എനിക്കൊന്നായിട്ട് അറിയോ. ഇവന് 10 വീട് തള്ളി പോകണം ഇവൻ്റെ വീട്ടിലേക്ക്. ഇവനെനിക്കറിയും. ഇവനെ എല്ലാത്തിലും വീക്കാണ്. അതുമാത്രമല്ല ഇവന് പഠിക്കുന്ന ടാലൻറ്റില്ല, ജസ്റ്റ് പാസ്. ഇവനിക്ക് എങ്ങനെ എൻ്റെ മോളെ മാരേജ് കഴിച്ച് കൊടുക്കും എന്നെ ഉമ്മ വാശി പിടിക്കായിരുന്നു ഹീറോയിൻ്റെ ബാപ്പ ഉമ്മ. ഹീറോയിൻ്റെ തലക്കൈയൊക്കെ ഹീറോയിൻ. ഇവൻ്റെ പേര് നൗഫൽ. എന്താ എന്താ ജോലി എന്നെ ഹീറോയിൻ്റെ മമ്മി കേൾക്കായിരുന്നു. പോയി പറഞ്ഞിട്ട് അപ്പ സമാധാനായി. എന്ത് ജോബ് പറയാ എന്ന് പറഞ്ഞ് ഇവനിപ്പോൾ പഠിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞ് ഇപ്പം ഇവന് ജോബ് കിട്ടിയിട്ടുണ്ട്. എന്താ ജോബ് എന്നെ ഹീറോയിൻ്റെ ഉമ്മ കേൾക്കായിരുന്നു. പാപ്പ ഉമ്മ അത് എങ്ങനെ പറയാ എന്ന ഹീറോയിൻ്റെ ചേട്ടൻ ഭയങ്കര പേടിയായിരുന്നു. എന്താ ഇല്ലപ്പാ ഇപ്പം ഒന്ന് ജോലി കിട്ടിയിട്ട, കുറച്ച് നാൾ കഴിഞ്ഞ് ജോലി കിട്ടിയാൽ പിന്നെ പറയാം എന്ന് പറയായിരുന്നു. ഇങ്ങനെയായിട്ട് പറയാം എന്ന് പറയുന്നു. ശരി, ജോലി കിട്ടിയാൽ പിന്നെ ഇവനെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയായിരുന്നു. ഇതല്ല ജോലിയൊന്നും കിട്ടിയിട്ടില്ല, ഇപ്പോൾ ചെറിയ ജോലി എന്ന് പറയായിരുന്നു. ഹീറോയിൻ്റെ ഉമ്മ പറയായിരുന്നു ഇവൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്. അതിന് ഉമ്മ ഇപ്പോൾ പറയായിരുന്നു ശരി ഓക്കെ. പിന്നെ ഒരു ഫോട്ടോ നോക്കിയിരുന്നു. ഇവൻ്റെ പേര് റൈം. എന്താ റൈമാ? ഇങ്ങനെ ഹീറോയിമ്മ കുറു നോക്കത്താണ്. ഇവനെ എവിടെയോ കണ്ട മതിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇവൻ്റെ പേര് പറയായിരുന്നു. ഉമ്മക്ക് മനസ്സിലായി ഇവൻ്റെ വീട് എവിടെയെന്ന് പറയുമ്പോൾ ഇതാരും മകനെന്ന് പറയുമ്പോൾ മനസ്സിലായി. ഹീറോയിൻ്റെ ഉമ്മ ഡാഡി മമ്മി പോയിട്ട് ഇങ്ങോട്ട് പോവാ എന്ന് മൊത്തം കാര്യം പറഞ്ഞു. ഡാഡിക്ക് ടെൻഷനായിരുന്നു. ഇവനക്ക് ഇത്ര നല്ല ടാലൻ്റ് ഉണ്ടോ, ഇവൻ ഡോക്ടറാണ് പറഞ്ഞായിരുന്നു ഹീറോയിൻ മമ്മി. ഡാഡി ഡോക്ടർ, ഇവൻ നല്ല ഡോക്ടറാണ് പപ്പ എന്ന് പറയായിരുന്നു. എനിക്ക് വേണ്ട എന്നമ്മ ഹീറോയിൻ്റെ മമ്മി ഡാഡി പറയായിരുന്നു. എന്താ അമ്മ പറയുന്ന? ഇവനക്ക് നടന്ന കാര്യം ഇപ്പോൾ പറയായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടനക്ക് ഷാക്കായിരുന്നു. എന്തമ്മ പറയുന്നത്? ഇവനക്ക് മാരേജ് കഴിച്ച് കൊടുത്ത എൻ്റെ മോളെ ജീവിതം വയ്ക്കുകയാണ്. ഇവനക്ക് ഓൾറെഡി ഒരു പെണ്ണ് കൂടെ അഫയർ, ഒരു ബേബി ഉണ്ട് എന്ന് പറയായിരുന്നു. ഇവന് ബാപ്പ ഉമ്മ ബാപ്പ മമ്മി വിളിച്ച് കൊഞ്ചുവരണ ബേബീസിനും കൂടെ. അതുമാത്രമല്ല ഇവനക്ക് അഫയറുണ്ട് എന്ന് പറയുന്നത് കേട്ടായിരുന്നു.
ഇത് കേട്ട് ഹീറോയിൻ ചേട്ടൻ നല്ല കൈ വെച്ചിട്ട് എത്ര ചെക്കനുണ്ട് ഹീറോയെ ഫോട്ടോ വന്ന് കിട്ടിയായിരുന്നു ഹീറോയിൻ്റെ മമ്മിക്ക് ഡാഡിക്ക്. എങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ചേട്ടൻ കുറേ ഫോട്ടോസ് കാട്ടി തലക്ക് ടെൻഷനായിരുന്നു. ഇപ്പം ഹീറോയിൻ്റെ ചേട്ടൻ വെളിയിൽ വന്നിട്ട് പറയായിരുന്നു, എന്ത് ചെയ്തിട്ട് കാര്യമില്ലടാ മച്ച, എനിക്ക് ടെൻഷനാന്ന്. നിറയെ ഫോട്ടോസ് കാട്ടി, ഒരു ഫോട്ടോസ് കാട്ടിയിട്ട് വേണ്ട വേണ്ടെന്ന് പറ, ഞാൻ എന്താടാ ചെയ്യുക എന്ന് പറഞ്ഞു ഹീറോയിൻ്റെ ഫ്രണ്ട്. ഹീറോയിൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടിനോട് പറയായിരുന്നു. ഫ്രണ്ട് പറയായിരുന്നു, മച്ച ഞാൻ ട്രിപ്പ് പോവാം മച്ച എന്ന് പറയായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ ഷോക്കായിരുന്നു. എന്താടാ നീ പറഞ്ഞ ട്രിപ്പ്? അതെടാ ഞാൻ കൊറിയക്ക് പോവാ എന്ന് പറയായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട് പറയായിരുന്നു, എന്താ മച്ച നീ പറഞ്ഞ? അതെടാ മച്ച എനിക്ക് ജോബ് കിട്ടിയിട്ടുണ്ടോ കൊറിയയിൽ എന്ന് ഹീറോയിൻ്റെ ചേട്ടൻ ഫ്രണ്ട് പറയായിരുന്നു. ഇതാണ് എന്തൊക്കെ ജോബാ? എടാ മണ്ട, എനിക്കല്ലടാ ജോബ്, എനിക്കാ എന്നത് ഒരു വോയിസ് കേൾക്കായിരുന്നു. അങ്ങനെയായിട്ട് വോയിസ് അങ്ങനെ ഫ്രണ്ടിനൊക്കെ തിരിച്ചു നോക്കും, എടാ നീയാ? പിന്നെ ഇവൻ അയച്ചത് ഇല്ലടാ എനിക്ക് ഇങ്ങനെ ഹീറോയിൻ്റെ ശരിടാ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അവർ 3 പേരും ഇവിടെ അടുത്തടുത്താണ്. ശരിടാ മച്ച ഞാൻ പോവാ എന്ന് പറയായിരുന്നു. ശരിടാ എന്ന് പറഞ്ഞ് അവർ ഭയങ്കര ഹാപ്പിയായിട്ട് സംസാരിച്ചായിരുന്നു. അങ്ങനെയായിട്ട് എടാ ഞാൻ കൊറിയക്ക് പോവാം, കുറച്ച് നാൾ ഞാൻ കുറച്ച് ട്രിപ്പ് എൻജോയ് ചെയ്യാം, നീ കൂടെ വാ എന്ന് പറയുന്നത്. ഹീറോയിൻ ചേട്ടൻ ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് മമ്മി എനിക്ക് കുറച്ച് നിനക്ക് നോക്കുക, എനിക്ക് കുറച്ച് ഇഷ്ടമാണോ? ശരിടാ പോടാ എന്ന് പറഞ്ഞു. ഹീറോയിനോ അമ്മ അച്ഛൻ പറഞ്ഞ് ഉപ്പ പാപ്പ പറഞ്ഞ് സമാധാനം. അങ്ങനെ ചേട്ടൻ പോയായിരുന്നു, കൊറിയക്ക് പോയായിരുന്നു. ഫ്രണ്ട് കൂടെ ജോലിയുണ്ട്. ചേട്ടൻ ഫ്രണ്ട് മാത്രം അവിടെ മാത്രം ഇരിക്കൂ. എടാ അങ്ങനെയായിട്ട് ഫ്രണ്ട്സ് കൂടെ ജോലിയിട്ട് ഇരുന്നായിരുന്നു. മച്ചാ വീട് നിന്നിട്ടുണ്ടല്ലോടാ. അതെടാ എവിടെടാ ജോബ് കിട്ടിയത്? എന്നെ ഹീറോയിൻ്റെ ചേട്ടന് കേൾക്കായിരുന്നു. അതിന് രണ്ടാമത്തെ ഫ്രണ്ടിൻ്റെയോട് രണ്ടാമത്തെ ഫ്രണ്ട് പറയായിരുന്നു. രണ്ടാമത്തെ ഫ്രണ്ടിൻ്റെ പേര് അർജുൻ പറയുന്നു, മച്ചാ എനിക്ക് ഇവിടുത്തെ ജോബ് കിട്ടിയിട്ടുണ്ട്, PTS കമ്പനീൻ്റെ ജോബ്. PTS അവർക്ക് അവിടെ ജോലി എനിക്ക് കിട്ടിയത് എന്ന് പറയുന്നത് അവരുള്ള കമ്പനിയില്ല. ഓ അങ്ങനെയായിട്ട് ഇല്ലടാ ഒരു മാനേജറായിട്ട് നമുക്ക് ജോബ് കിട്ടിയിട്ടുണ്ട്, മാനേജർ എന്തോ ജോബ് കിട്ടിയിട്ടുണ്ട് പറഞ്ഞു കേട്ടായിരുന്നു. ഒരുപോലെ മാനേജർ എന്തായിട്ടുള്ള ജോബ് കിട്ടിയിട്ടുണ്ട് പറയാം, ജോബ് എന്ത് പറയണത്ര എന്നെ ഫ്രണ്ട് പറയായിരുന്നു. ശരിടാ അർജുൻ എന്നെ കുറച്ച് നാളെടുത്ത് എൻജോയ് ചെയ്ത് ഇപ്പോൾ നാട്ടിലേക്ക് വന്നായിരുന്നു.